എങ്ങനെയുണ്ട് ഊണായ കഴിഞ്ഞ ശർക്കര അമ്പലത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരുടെയും ഒരു ഉത്സവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അന്നദാനം എന്ന് പറയുന്നത് ഒരു മഹാദാനമാണ്. നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ബലം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ വിജയം. അതിനപ്പുറം ഒന്നുമില്ല പറയാനാണ്. എല്ലാവർക്കും നമസ്കാരം. ശർക്കര മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ സഹോദരങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, പ്രവാസികളായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായിട്ടിപ്പോൾ ഒരു ശർക്കരേശ്ശേരിക്ക് ഒരു വഴിപാടെന്ന നിലയിൽ അവരുടെ മനസ്സ് അർപ്പിക്കുകയാണ്. അന്നദാനം മഹാദാനം എന്നുള്ള ആ ഒരു മഹത് പ്രക്രിയയിലൂടെ. എങ്ങനെയുണ്ട് ഊണായ കഴിഞ്ഞ? നല്ലായിരുന്നു. ദേവി അമ്മയുടെ അനുഗ്രഹവും ആയുസും എപ്പോഴും കിട്ടും അല്ലേ? ശരി. എത്ര നാളായിട്ട് ഈ സംഭവം നടക്കുകയാണ്? ഇപ്പം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗഹൃദ പ്രവാസി കൂട്ടായ്മ SPK എന്നുള്ള പേരിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. രൂപീകരിച്ചിട്ട് ഏകദേശം ഒരു വർഷമായിരിക്കണം. പിന്നെ ഇവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ അവിടെ ചെയ്യുന്നുണ്ട്, ദുബായിൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ശർക്കര ഭരണി, പിന്നെ നമ്മൾ ഈ റംസാന് അരി കൊടുക്കണ വിതരണം, അത് നമുക്കിപ്പോൾ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. എന്തുപറ്റി ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാത്ത കാരണം വേറെ ഒന്നുമല്ല. അത് നമുക്കിവിടെ കുറച്ച് ആൾക്കാർ ഇത് നിയന്ത്രീകരിച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം കുറവ് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ രൂപീകരിച്ച് ചെയ്യേണ്ടയോ, ഇതിനൊക്കെ പാക്കറ്റാക്കി കോർഡിനേറ്റ് ടീമുകളും കുറവായിരുന്നു. അതിനെക്കൊണ്ട് മാത്രം ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് അടുത്ത പ്രാവശ്യം ചെയ്യാനുള്ള കാര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ നാട്ടിലെ ഉത്സവം, അവിടുത്തെ ഓണാഘോഷവും കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യണത്. പിന്നെ ദുബായിൽ നല്ല രീതിയിൽ ചെയ്യും. പിന്നെ നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ബലം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ വിജയം. അതിനപ്പുറം ഒന്നുമില്ല പറയാനായിട്ട്. താങ്ക് യു. ഈ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനാണ് SPK സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ ആരാണ്? ഞാൻ ഇതിൻ്റെ ഒരു അഡ്മിനാണ്. നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു സദ്യ നടത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ ശർക്കര അമ്പലത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരുടെയും ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അന്നദാനം എന്ന് പറയുന്നത് ഒരു മഹാദാനമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ കൂട്ടായ്മയിലൂടെ ചെയ്യാൻ കഴിയുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യവും നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പം ചെയ്തിരിക്കുന്നത്. ശർക്കര അമ്മയെ പറ്റി പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറയുന്നതാണ്, ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ യാതൊന്നും ഇല്ലാതെ തന്നെ അന്നദാനം മഹാദാനം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ ഒരു കൂട്ടം സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്. സഹോദരൻ ബൈജു, ഇതിലെ സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ ഒരു സ്ഥാനമല്ലോ ഉണ്ട് അല്ല, ഒരു മെമ്പർ മാത്രം പരിചയപ്പെടുത്താൻ കാരണം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുപാട് നമ്മളെ ഗ്രൂപ്പിലില്ല ഉള്ള വ്യക്തികളല്ല ഇവർ മൂന്ന് പേര്. ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവർ മൂന്നുപേരും കേരളത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവർ മൂന്നുപേരല്ല, ഇവരുടെ ടീം വർക്കായിരുന്നു നമ്മളെ ഈ ബോർഡ് വയ്ക്കാനും ഫ്ലെക്സ് വയ്ക്കാനും നമ്മളെ വേണ്ടി സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ചുക്കാൻ പിടിച്ചത് എല്ലാവരും. ഇതിന് പുറമെ പറയാനുള്ളത്, നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ഫണ്ടായിട്ട് തന്ന് സഹായിച്ച ഓരോ വ്യക്തികളുടെ അടുത്ത് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇവരെ ഒരു കഴിവ് തന്നെ. ഇപ്പൊ നിങ്ങളെല്ലാവരും പ്രവാസികൾ തന്നെയാണ്. ഇപ്പൊ അവിടെ എന്താണ് അവിടെ പണി? എന്താണ് എന്റെ പണി? ഞാൻ കാർപ്പൻ്ററാണ്. ഞാൻ പർച്ചേസറായിട്ട് വർക്ക് ചെയ്യാം. ഒരുപാട് തൊഴിലാളികൾ കളക്ഷൻ വല്ലതും ഉണ്ട്, വലിയ പിരിവ്. അവരുടെ അധ്വാനത്തിന്റെ ഒരു ഫലം ശർക്കര അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു അന്നദാനം പോലെ നടത്തുകയാണ്. ആ കൂട്ടായ്മയിലൂടെ അതിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, പണപ്പിരിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. എത്ര ദിവസമായി ഇത് അന്നദാനം തുടങ്ങിയിട്ട്? ഒറ്റ സ്ത്രീ ഭരണീരെന്ന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അന്നദാനം, മീനഭരണിയിലെന്ന് മാത്രം നടത്തിയത്. നമ്മളൊരു 750 പേരാണ് ഉദ്ദേശിച്ചത്. പക്ഷേ 1000-ന് മേളിൽ ആൾക്കാർ വന്നു. അവർ സന്തോഷത്തോടെ ഭക്ഷണം കൊടുത്ത് അവർ വിടാൻ പറ്റി. വളരെ സന്തോഷം. ഒരുപാട് പേര് നമുക്ക് അതിനുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം. ഈ സൗഹൃദ പ്രവാസി കൂട്ടായ്മയുടെ സഹോദരങ്ങൾക്ക് എന്നും ഇവരൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി അന്യനാട്ടിൽ പ്രവാസിയായിട്ട് പോകുമ്പോഴും അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോഴും ശർക്കര അമ്മയുടെ മണ്ണിലേക്ക് പണം എത്തിച്ച് അവരെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ള ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും അന്നദാനം നടത്താനുള്ള ഭാഗ്യം ശർക്കരേശ്ശേരി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.